ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണം. അപ്പം ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് ഒരു പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ 2 രൂപത്തിൽ ഇത് കാണിക്കുന്നുണ്ട്. ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ഒരു അടപ്പെടുത്തിട്ട് അത് വെച്ച് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കണുണ്ട്. ബ്രെഡ് നേരെ വെച്ചിട്ട് മൈദൻ്റെ പശട്ട് ഒട്ടിച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ആദ്യം ഞാൻ 2 ബ്രെഡ് കട്ട് ചെയ്ത ബ്രെഡ് ഇങ്ങനെ 2 മുട്ട പൊട്ടിച്ച് എടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ട് അതിൽ അപ്പം തന്നെ ഈ നമ്മൾ ഇട്ട് അതിൻ്റെ വക്കുകൾ പിടിച്ച് അങ്ങനെ ആക്കി വെക്കുമ്പോൾ തന്നെ അത് ശരിക്കും സെറ്റാവും. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. ഞാൻ കൂടുതലും മരച്ചിൽ തന്നെയാണ് ഉണ്ടാക്കൽ. ഇതിങ്ങനെ നമ്മൾ പിടിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് ബ്രെഡിൻ്റെ പീസ് ബാക്കിയാവും. അത് അപ്പം തന്നെ അതുകൊണ്ട് പണിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് പൂത്ത് പോകും. കൂടുതൽ ദിവസമൊന്നും വെക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അത് വറുത്തെടുത്തേക്കണം. അപ്പോൾ ഞാൻ കൂടുതലും ചെയ്യലില്ല ഇങ്ങനെ. ഞാൻ കൂടുതലും ചെയ്യൽ ഇപ്പം ഈ ചെയ്യണ രൂപത്തിലാണ്. ഇങ്ങോട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പിന്നെ കട്ട് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മൈദ എടുത്ത് കലക്കി നല്ല പശയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്നൊരു ബ്രെഡ് എടുത്ത് ഒരു ബ്രെഡിൻ്റെ 4 ഭാഗത്തും ആ മൈദ പശ തേച്ചിട്ട് അടുത്ത ബ്രെഡ് അതേപോലെ എടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കണം. അപ്പം അങ്ങനെ ആവുമ്പോൾ വിട്ടു പോരൂല. പിന്നെ ഒന്ന് ഞാനത് ശരിക്കും നല്ലതുപോലെ എണ്ണയിൽ ഇട്ടിട്ട് പൊരിച്ചു പോരുമല്ല, ഞാൻ ഫ്രൈ പാനിൽ ഇട്ടിട്ട് ചൂടാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ബ്രെഡൊക്കെ ഓരോന്നായിട്ട് അങ്ങനെ ഒട്ടിച്ച് ആക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നെ വേറൊരു ഇതും കൂടി ഉണ്ട്. ഞാൻ ഉണ്ടാക്കലുണ്ട്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തായാലും പൊരിച്ച് എടുക്കണം. ഇങ്ങനെ ആകുമ്പോൾ ഫ്രൈ പാനിൽ പറ്റും, അങ്ങനെ ആകുമ്പോൾ ഫ്രൈ പാനിൽ പറ്റൂല. കുറച്ച് മൈദ കലക്കിയിട്ട് ഈ മുട്ട ബീറ്റ് ചെയ്ത് അതിൽ മുക്കിയെടുക്കണതിന് പകരം മൈദയിൽ മുക്കിയിട്ട് അങ്ങനെയും പൊരിച്ചെടുക്കുക. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഓരോരുത്തർക്ക് ചിലപ്പോൾ പൊരിച്ച് പോരേണ്ട ആവശ്യമുള്ളവരുണ്ടാവും. അപ്പോൾ ഞാൻ ചെയ്യണ ഇതിങ്ങനെയാണ്. അങ്ങനെയും ചെയ്യലുണ്ട് ചില സമയത്തൊക്കെ. അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് ക്രംസിൽ ഒക്കെ പൊതിഞ്ഞിട്ട് ഉണ്ടാക്കുമ്പോൾ മറ്റേത് മൈദയിൽ നേരെ ആണ് മുക്കിയെടുത്തിട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ് ആദ്യം പൊരിച്ചെടുക്കണത്. ബ്രെഡാണ് കൂടുതൽ ചൂട്, അതും പറ്റൂല. ചൂടില്ലാഞ്ഞാലും പറ്റൂല. ഒരു ശകലം കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കളർ പോവാൻ. അപ്പം ഞാൻ ബ്രെഡ് ആദ്യം ഇട്ടെടുത്ത് അത് നേരെ മറിച്ചിട്ട് അത് ഞാൻ പറഞ്ഞല്ലോ വലിയ കരിച്ചിലല്ല എങ്കിലും കളർ മാറിയിട്ടുണ്ട്. ഒരു സെക്കൻഡ് കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ബ്രെഡാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഫുള്ളായിട്ടുള്ള ബ്രെഡാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് ഓരോന്നായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഒറ്റ ട്രിപ്പിൽ 3 എണ്ണമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതും ഇങ്ങനെ ഒരു ഭാഗം ഒന്ന് ചൂടായതിന് ശേഷം നേരെ മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ അടുത്ത ഭാഗം ഒന്ന് ചൂടായതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് എത്രത്തോളം മുരിച്ചിലാണോ വേണ്ടത് അതിനനുസരിച്ച് ഇട്ടിട്ട് കരിഞ്ഞു പോകാതെ കോലത്തിൽ പൊരിച്ച് പോരുക.
അപ്പോൾ നിങ്ങളെൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് അടിച്ച് കാണുക. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ബ്രെഡൊക്കെ ഞാൻ ഓരോന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അതിൻ്റെ കൂട്ടുണ്ടാക്കണം ഷവർമ്മക്കുള്ള. അപ്പോൾ ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു കക്കരി എടുത്തിട്ടുണ്ട്, 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം കാബേജ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മയോണൈസും, പിന്നെ ചിക്കനും പൊരിച്ച ചിക്കന് ക്രഷ് ചെയ്ത് അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടിയായിട്ട് അരിഞ്ഞിട്ട് എടുക്കുക. അപ്പോൾ ആദ്യം കുറച്ച് ക്യാരറ്റ് ഇട്ട് പിന്നെ കുറച്ച് കാബേജ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് എത്രത്തോളം വെജിറ്റബിൾസ് വേണോ അത്രത്തോളം ഇട്ട് കൊടുക്കുക. അതിനതിന് അളവും കാര്യമൊന്നുമില്ല. നമ്മൾക്ക് എത്ര നമ്മളെ കയ്യിലുള്ളത്, നമ്മളെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത് 4 ഉള്ളി, കക്കരി, ക്യാരറ്റ്, കാബേജ് ഇതിട്ട് കൊടുത്തിട്ട് ഞാൻ അരിഞ്ഞ് വെച്ച മുഴുവനൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇന്ന് കുറച്ചാക്കിയിട്ട് ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അത് നല്ല ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി, അത് അവനവൻ്റെ എരിവ് എത്ര ആർക്ക് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ ഞാൻ പച്ചമുളക് ക്രഷ് ചെയ്ത് അതിലേക്ക് തന്നെ ചിക്കൻ ഇട്ട് കൊടുത്തുകൊണ്ട് ഒരുമിച്ച് 2 കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതാണ് എരിവ് എത്ര വേണ്ടത്, അതാണ് അത് അങ്ങനെ കളറ് പച്ചയും ചുവപ്പായിട്ട് നിൽക്കുന്നത്. അങ്ങനെ അതും കൂടി കൂട്ടി യോജിപ്പിച്ച് ചിക്കന് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കുക, കുറച്ച് വേണ്ടവർക്ക് കുറച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുക. നമ്മളെ കയ്യിലുള്ള വെജിറ്റബിൾസ് തിന്നാനുള്ള ഏക പോംവഴിയാണിത്. പക്ഷെ ഇതിൽ മയോനൈസ് ചേർക്കണമെന്ന് മാത്രം. പക്ഷെ എനിക്ക് ഈ സംഭവത്തോട് അത്ര മയോണൈസ് ചേർക്കണമെന്ന് താല്പര്യമില്ലാത്തതാണ്. പക്ഷെ ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് മയോണൈസ് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുണ്ടാക്കുന്ന വീഡിയോ തിന്നണില്ല വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കും കേട്ടോ. എനിക്ക് ഇഷ്ടമില്ല വിചാരിച്ചിട്ട് ഉണ്ടാക്കാതിരിക്കൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ പച്ചമുട്ട വെച്ചിട്ടല്ലെന്ന് മയോണൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. മുട്ട ഒന്ന് ചൂടാക്കിയിട്ട് അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഒരു ദിവസം സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് കരിഞ്ഞ് കളിച്ചിട്ട് ആ ബ്രെഡ് മാറ്റി വെച്ചിട്ടൊന്നും ഞാൻ പണിയെടുക്കണില്ല. കരിഞ്ഞത് ഞാൻ ലേശം കരിച്ചിൽ വന്നുകളെ വിചാരിച്ച് അതും നിങ്ങളെ മുന്നിൽ കാണിച്ചിട്ട് തരുന്നുണ്ട്. ഞാനതും ഇതിൽ ഷവർമ്മൻ്റെ കൂട്ട് നിറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് എത്രത്തോളം ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കട്ടോ. പക്ഷെ പൊട്ടിപ്പോകരുത്. അപ്പം അത് നോക്കിയിട്ട് വേണം അതിനനുസരിച്ച് നിറച്ച് കൊടുക്കാൻ. പക്ഷെ എനിക്കിതിനെ ഇങ്ങനെ റൗണ്ടിൽ ഇത് ഉണ്ടാക്കിയെടുക്കണേക്കാളും കൂടുതൽ എളുപ്പവും സൗകര്യവും എനിക്ക് മറ്റേ ഒരുമിച്ച് ബ്രെഡ് ഒട്ടിച്ചിട്ട് പൊരിച്ചെടുത്തിട്ട് അത് കട്ട് ചെയ്ത് അതിലിടാം. അതാണ് ഒന്നും കൂടി കാണാനും ഭംഗി. നമ്മൾ നിറച്ച് വെച്ചാലോ ഞാൻ മോനക്ക് കൊണ്ടാകാൻ വേണ്ടിയിട്ട് മറ്റേ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതാണ്. അപ്പോൾ നിങ്ങളെ അളവിനനുസരിച്ച് ഓരോന്നിലും അങ്ങനെ നിറച്ച് കൊടുക്കുക. അപ്പോൾ ആ 3 റൗണ്ടിലുള്ളത് 3 നിറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിഞ്ഞ് മറ്റുള്ളത് എങ്ങനെ അതിൽ കട്ട് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരികയാണ്. അപ്പോൾ അത് ഇതേപോലെ എടുത്തിട്ട് നേരെ ത്രികോണാകൃതിയിൽ കട്ട് ചെയ്യുക.
കണ്ട രണ്ട് ഭാഗം വിട്ട് പോവരുത്. രണ്ട് അറ്റം വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിറക്കണ ഫില്ലിങ്ങൊക്കെ അപ്പുറത്ത് കൂടി ചാടും. അപ്പം നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കിയതിൻ്റെ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത് ചിലപ്പോൾ എല്ലാവർക്കും അറിയണതായിരിക്കും. ഞാൻ ഉണ്ടാക്കുന്ന രൂപങ്ങൾക്കൊന്ന് കാണിച്ചു തരിക എന്നുള്ളത് മാത്രമാണ്. മയോണൈസ് കൂടുതൽ ചേർക്കണവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇവിടെ ഇനി ഇതുണ്ടാക്കി വെച്ചാൽ മക്കൾ പിന്നെ അതിൽ കുത്തിയിട്ട് ഇതിനുള്ളിൽ നിറച്ച് കഴിഞ്ഞാലും അത് കുത്തിയിട്ട് തിന്നും. അപ്പോൾ അത് ഓരോരുത്തരെ അളവും കാര്യങ്ങളൊക്കെ എത്ര ചെയ്യുന്നതനുസരിച്ച് വെജിറ്റബിൾസും മയോണൈസൊക്കെ ചേർത്ത് കൊടുക്കുക. ചെറുതാക്കി കട്ട് ചെയ്യണം വെജിറ്റബിൾസൊക്കെ. അപ്പോഴാണ് അതിൽ ശരിക്കല്ലാതെ പിടിച്ച് കിട്ടുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെ എൻ്റെ വീഡിയോ ഉള്ളൂ. നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ കമൻറ്റ് എന്തായാലും അറിയിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും.